നിത്യസ്തുതിക്ക് യോഗ്യമായ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ പുതിയ ഒരു കാൽവെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അവസാന നാളുകളിലെ രണ്ടാം വരവിലെ കർത്താവ് നമ്മളോട് കരുണയല്ല കാണിക്കുന്നത്, വിധിയാണ്. നീതിമാനായ ദൈവം വിധി നടപ്പിലാക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരുമിച്ച്, നമുക്കറിയാം കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. കൊല്ലം എന്ന രൂപതയിലെ സിസ്റ്റർ പല ലത്തീൻ പള്ളികളിലും സിസ്റ്റർ ധ്യാനം നടത്താൻ പോയിട്ടുണ്ട്. ഈ നോമ്പുകാലത്തൊക്കെ ഇനി ധ്യാനമുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഈ 2 ദിവസം മുൻപ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ സിസ്റ്ററിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു പ്രേക്ഷിത പങ്കുവയ്ക്കായിരുന്നു. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ആ ചേച്ചി ദുബായിലായിരുന്നു. 2 ദിവസമായിട്ട് മുറിയിൽ കാണാതെയപ്പോൾ വിളിക്കാൻ ചെന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കാം. ബോഡിയൊക്കെ ഇതായി പിന്നീട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ല. എന്തായാലും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കുറിയിലടിക്കുന്നത് എങ്ങനെയാണ്? കുഴഞ്ഞു വീണ് മരിച്ചു പെട്ടെന്നല്ല എഴുതുന്നത്. അവർ അന്ത്യഭൂതാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൻ ഭാഗ്യനിദ്ര പ്രാപിച്ചു വ്യസന സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. മൃതസംസ്കാരം ഇന്ന് 4 മണിക്ക്. ഇത് സിസ്റ്ററിനെ ഈ നാളുകളിൽ ഭയങ്കരമായിട്ട് ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെ ഇരുത്തി ചിന്തിപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് തന്ന പുതിയ ഒരു വെളിപാട്, പുതിയ ഒരു മുന്നേറ്റമാണ്. സഹോദരങ്ങളോട് പറയുക, മനുഷ്യ മക്കളോട് പറയുക, നമ്മൾ ദണ്ഡവിമോചനങ്ങളിലൂടെ പാപമോചനവും കടങ്ങളുടെ പൊറുതിക്കും. നമ്മൾ ദിവ്യബലിയിൽ ഉടനീളം മുഴുവനും കാണാം. ഓരോ അച്ഛൻ കാർമികൻ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയിലും കാണാം പാപങ്ങളുടെ മോചനവും കടങ്ങളുടെ പൊറുതിക്കും കാരണമാകട്ടെ. അപ്പൊ നമുക്ക് ശുദ്ധീകരണ സ്ഥലം കാത്തിരുന്ന് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നവരൊക്കെ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അതിൽ നിന്ന് വന്നതാണ് സിസ്റ്റിനെ ദണ്ഡവിമോചനങ്ങൾ പറഞ്ഞു കൊടുക്കുക. മനുഷ്യ മക്കൾക്ക് ദണ്ഡവിമോചനങ്ങൾ പറഞ്ഞു കൊടുത്ത് എപ്പോഴും ഞാനും നിങ്ങളും ഒരുങ്ങിയിരിക്കുക. ദണ്ഡവിമോചനങ്ങൾ സിസ്റ്റർ 1-2 വീഡിയോ ഇട്ടിരുന്നു 2 ദിവസം മുൻപ്. അത് നിങ്ങൾ ഷെയർ ചെയ്യണം. അതിലെ ഭാഗിക ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം. പൂർണ്ണമായിട്ട് പാപങ്ങൾ തുടച്ചു നീക്കുന്നു. ഭാഗികമായിട്ട് പാപങ്ങൾ വഴി ദണ്ഡനമേറ്റ ശരീരം, ആത്മാവ്, ഹൃദയം, മനസ്സിനെ നമുക്ക് ദണ്ഡനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, കഴുകിക്കളയുന്നു. അതിൽ നിന്ന് രക്ഷ കിട്ടുന്നു, നിത്യശിക്ഷ മാറിക്കിട്ടി നിത്യജീവൻ കിട്ടുന്നു. ഇതാണ് ദണ്ഡവിമോചനങ്ങൾ സഭ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഭാഗിക ദണ്ഡവിമോചനമുണ്ട്, പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. സിസ്റ്റർ പിന്നീട് വലിയ വീഡിയോയിലും സിസ്റ്റർ അത് വലിയ തരത്തിൽ അത് വിശദീകരിച്ച് നിങ്ങളെ പഠിപ്പിക്കാം. അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇത് വലിയ ഒരു മുന്നറിയിപ്പ് വെളിപാടായിട്ടാണ് സിസ്റ്റർ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഭാഗികമായ ഒരു ദണ്ഡവിമോചനമാണ്. സങ്കീർത്തനങ്ങൾ 51 പ്രാർത്ഥിക്കാം. മറ്റൊന്നാണ് സങ്കീർത്തനങ്ങൾ 130. അപ്പൊ നമ്മള് ചിന്ത, വാക്ക്, മനസ്സ്, ഭാവന, ബോധതലം, ഉപബോധതലം, അബോധതലം എല്ലാറ്റിലും നമ്മുടെ പാപങ്ങളുടെ അഴുക്ക്, പാപം മോചിക്കപ്പെട്ടിട്ടും കടങ്ങളുടെ അഴുക്ക് അവിടെയുണ്ട്. പൊറുതി അപേക്ഷിക്കണം. നമ്മളിപ്പോൾ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾക്ക് കർത്താവെ ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഈ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വീകരിച്ചുകൊണ്ടിരിക്കാം. പൂർണ്ണ ദണ്ഡവിമോചനം ദിവസത്തിൽ 1 പ്രാവശ്യമേ ഉള്ളൂ. അതും വലിയ ഒരുക്കം വേണം. കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം. അതുപോലെ മാർപ്പാപ്പയ്ക്ക് അടുത്ത നിയോഗത്തിലെ ഒരു സിസ്റ്റർ പറയാം, ഒരു സ്വർഗസ്ഥനായ, ഒരു നന്മ നിറഞ്ഞ ഒരു ത്രിത്വസ്തുതി ചൊല്ലി നമ്മൾ അവിടെ ഒരുക്കം വേണം. ഒരെണ്ണം സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ഇപ്പോൾ സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ ഈ കരുണയുടെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സങ്കീർത്തനങ്ങൾ 51 എടുക്കുന്നു, സങ്കീർത്തനങ്ങൾ 130. ഈ 2 സങ്കീർത്തനത്തിനാണ് ഭാഗിക ദണ്ഡവിമോചനം തന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 51. ദൈവമേ കനിയണമേ,
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യം ശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധിനിർണ്ണയത്തിൽ അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ഞാൻ പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് എന്റെ അസ്ഥികളെ മാറ്റട്ടെ. എന്റെ പാപങ്ങളിൽ നിന്നും മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ മായ്ച്ചുകളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നിൽ നിന്ന് ഇളക്കിക്കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അത്ഭുതങ്ങളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്ഷാവാദത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായത്. ദൈവമേ, ഉരുകിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോനിൽ നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. അടുത്തതായിട്ട് പറയുന്നതാണ് 130. ചെറിയ സങ്കീർത്തനമാണ്. അത് നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ചെല്ലുന്നതാണ്. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ 130. എല്ലാവരും വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ചുംബിച്ച്, എപ്പോഴും വിശുദ്ധ ബൈബിൾ ചുംബിക്കുന്നു, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പ്രായമായവരോടൊക്കെ സിസ്റ്റർ പറയും, നിങ്ങൾ ഒരിക്കലും ബൈബിൾ വായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട, പക്ഷേ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. അപ്പം നമ്മുടെ അഗാധത്തിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നത്. സിസ്റ്റിനെ എല്ലാ ദിവസവും ഈ സങ്കീർത്തനം സിസ്റ്റർമാർ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ. പക്ഷെ ഇതൊരു ദണ്ഡവിമോചനം കൂടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലാക്കി കഴിഞ്ഞ് തിരിച്ചറിവ് കിട്ടിയാൽ പിന്നീട് നമുക്ക് ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അഗാധത്തിൽ നിന്ന് കർത്താവേ, 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 എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായിച്ച് എന്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ ഭയഭക്തികളോടെ ഇരിക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി
ഇസ്രായേലിനെ അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. യേശുവേ, 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 ആരാധന, യേശുവേ, യേശുവേ, ആരാധന, 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 പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.